ഹലോ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ നീനൂട്ടി സ്കൂളിൽ പോകാനായിട്ട് എഴുന്നേറ്റിട്ടുണ്ട് കേട്ടോ. സാധാരണ ഉണ്ടല്ലോ, രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിക്കുമ്പോൾ അമ്മ ഒരു 5 മിനിറ്റ് ഒരു ബേബി സ്ലീപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കംപ്ലൈൻറ്റ് പറയാറുള്ളതാണ്. ഇന്നും കംപ്ലൈൻ്റൊക്കെ പറഞ്ഞു. പക്ഷേ എന്നാലും വീഡിയോ ഒക്കെ എടുക്കുന്നതെന്ന് പറഞ്ഞപ്പം കുറച്ച് വാശിയൊക്കെ കുറച്ച് എഴുന്നേറ്റിട്ടുണ്ട് ആൾ കേട്ടോ. സാധാരണ എല്ലാ ദിവസങ്ങളിലും ഞങ്ങൾ രാവിലെ പോകുന്നത് കൊണ്ട് മോളെ സ്കൂളിൽ പോകുന്ന ടൈമിൽ ഞങ്ങളിവിടെ ഉണ്ടാവില്ല കേട്ടോ. പക്ഷേ ഇന്നെന്തായാലും ഞങ്ങളുണ്ട്. അങ്ങനെ ആൾ ബ്രഷ് ചെയ്യാനൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ചടങ്ങുകളൊക്കെ കുറച്ചൊന്ന് കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ആളും ഉഷാറാവും കേട്ടോ. അത്രയും നേരം വരെ കുറച്ച് മടിയൊക്കെയാണ്, ഞങ്ങൾക്ക് കുറച്ച് ഉറക്കക്ഷീണമൊക്കെ ഉണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ. കുറച്ച് കഴിയുമ്പോൾ ഓക്കെ ആവും. പക്ഷേ ഡാൻസ് ക്ലാസ്സിന് പോകണമെന്ന് പറഞ്ഞാൽ ഏത് അർദ്ധരാത്രി ആയാലും ഏത് ഉറക്കത്തിൽ നിന്ന് വിളിച്ചാലും ഇവൾ ചാടി എഴുന്നേറ്റ് പോകും കേട്ടോ. ചേച്ചി സ്കൂളിൽ പോകാനൊക്കെ ഒരുങ്ങിയത് കണ്ടിട്ട് അടുത്ത ആളും എഴുന്നേറ്റ് ബ്രഷൊക്കെ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നന്ദൂട്ടൻ്റെ റൊട്ടീൻസൊക്കെ പിന്നെ പക്കയാണേ. നമ്മൾ അവനെ ഒരു കാര്യം ശീലിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ അവൻ അത് തന്നെ ഫോളോ ചെയ്യണമെന്ന് ഭയങ്കര നിർബന്ധമാണ്. ഇപ്പം വേസ്റ്റ് ഒക്കെ ആണെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും പാക്കറ്റ്സ് ഒക്കെ ആണെങ്കിലും അത് കറക്റ്റ് ഡസ്റ്റ്ബിന്നിൽ തന്നെ കൊണ്ടുവരണം. അങ്ങനെയൊക്കെ അതൊക്കെ അവൻ്റെ ഒരു ചിട്ടയാണേ. അതൊക്കെ അങ്ങനെ തന്നെ ഫോളോ ചെയ്യാൻ ശ്രമിക്കാറുണ്ട് കേട്ടോ. പക്ഷെ രണ്ടുപേർക്കും കുറുമ്പൊക്കെ ഉണ്ട്. അത് പിന്നെ എന്തെന്ന് പറഞ്ഞാലും കുട്ടികളാകുമ്പോൾ കുറച്ച് കുറുമ്പൊക്കെ കാണുമല്ലേ. എന്നാലും ഞങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കാറില്ല രണ്ടുപേരും കേട്ടോ. പിന്നെ എൻ്റെ മോൾക്ക് തീരെ ഇഷ്ടമില്ലാത്തൊരു കാര്യം ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്, മുടിയിൽ തൊടുന്നത് ഇഷ്ടമേ അല്ല. ചീകുന്നതും കിട്ടുന്നതും ഒക്കെ തന്നെ ചെയ്യാൻ ഇഷ്ടമാണ് കേട്ടോ. വേറെ പുറത്തുനിന്ന് ആരെങ്കിലും ആണ് ചെയ്യുന്നതെങ്കിലും അവൾ അനങ്ങാതിരിക്കും. ഞങ്ങൾ വീട്ടിലുള്ളവരാണെങ്കിൽ ഞങ്ങൾക്ക് തലയിൽ തൊടുന്ന അത്ര ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ ആൾ റെഡിയാവുന്നതിൻ്റെ തിരക്കിലാണേ. വീടിൻ്റെ തൊട്ട് താഴെ തന്നെ സ്കൂൾ ബസ് വരും. പിന്നെ ഇവിടുന്ന് ശരിക്കും സ്കൂളിലേക്കായാലും ഒരു 5-10 മിനിറ്റ് ദൂരമേ ഉള്ളൂ. ഈവനിങ് സ്കൂൾ വിട്ട് വരുമ്പോൾ ഏകദേശം ഒരു 5-5:15 ഒക്കെ ആവും കേട്ടോ. കാരണം എന്താ പറയുക, ഇവർക്ക് ഫുൾ ഡേ ക്ലാസ് ആണ്. ഇവർക്ക് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഷാർജയിലായതുകൊണ്ട് തേഴ്സ്ഡേ ഫ്രൈഡേ സാറ്റർഡേ ഓഫാണ്. അപ്പോൾ 3 ഡേയ്സ് ഓഫ് കിട്ടും. ബാക്കിയുള്ള ഡേയ്സിൽ ഫുൾ ക്ലാസ് ആയിരിക്കും. മാസ്ക് വെക്കാൻ ഇൻസ്ട്രക്ഷൻ ഒന്നും ഇല്ല കേട്ടോ. പക്ഷേ ഏതോ ഫ്രണ്ട്സൊക്കെ ക്ലാസ്സിൽ മാസ്ക് വെച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ തന്നെ അവൾ ഞങ്ങളെ കൊണ്ട് മാസ്ക് മേടിപ്പിച്ചു. പിന്നെ ഈ തണുപ്പൊക്കെ തുടങ്ങിയ സ്ഥിതിക്ക് ഇതൊരു പ്രൊട്ടക്ഷനല്ലേ, അതൊരു നല്ല ശീലമാണ് ശരിക്കും. നമ്മൾ ഈ കോൾഡും കഫും ഒക്കെ സ്പ്രെഡ് ചെയ്യാതിരിക്കാനായിട്ട് കുഞ്ഞുമക്കൾക്ക് മാസ്ക് വെച്ച് കൊടുക്കുന്നത് എപ്പോഴും നല്ലതാട്ടോ. അപ്പോൾ ഇങ്ങനെ ചുരുക്കം ചില ദിവസങ്ങളിൽ മാത്രമാണ് എനിക്ക് മോളെ കൊണ്ടാക്കാനുള്ള അവസരം കിട്ടാറുള്ളൂ. ഇനി ഈ ഏപ്രിലാകുമ്പോൾ നന്ദുട്ടനും സ്കൂളിലായി തുടങ്ങും. പിന്നെ നിങ്ങൾക്ക് എന്താ വിശേഷം? എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ? എന്നാൽ ശരി, നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. ഇതുപോലൊരു കുഞ്ഞു വീഡിയോയുമായി വീണ്ടും കാണാം. ബായ്.